സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്പാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിലും സഹകരണത്തിലുമാണ് ചാനൽ നിലനിൽക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി. ശ്രീമദ് നാരായണീയത്തിൽ 65-ാമത്തെ ദശകം 6 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഒരു ലീല, പ്രധാനപ്പെട്ട സംഗതിയായിട്ട് രാസക്രീഡ തുടങ്ങുകയാണ്. 65, 66, 67, 68, 69 5 അധ്യായത്തിൽ ഭാഗവതം, 5 ദശകത്തിൽ നാരായണീയം. ആദ്യമായിട്ട് വേണുഗാനത്തെ വർണ്ണിച്ചു. വേണുഗാനം കേട്ട് വ്യത്യസ്ത വസ്ത്രാഭരണങ്ങളായിട്ട് വന്നു. ശരീരത്തിലെ ഈ വേഷവിധാനത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുക എന്നത് ആത്മീയത്തിൽ നല്ല കാര്യമല്ല. നമുക്ക് വേഷം വേണം, വിധാനം വേണം, ശരീരം വേണം, ഒക്കെ വേണം. അത് തന്നെ പരമ ലക്ഷ്യമായിട്ട് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ദേഹബോധം ഒരു പരിധിവരെ ഭക്തന്മാർക്ക് കുറയണം. എന്തേ കിട്ടിയേച്ച കൊടുക്കുക, എന്തേ കിട്ടിയേച്ച കഴിക്കുക, അവിടെ ഒരാഴ്ച അവിടെ കിടക്കുക. കഴിഞ്ഞാൽ എത്ര സമാധാനം ഉണ്ടാവും മനസ്സിന്. അപ്പം ആ ഒരു ആത്മീയവാദിയുടെ ഭാവം രാസക്രീഡയിൽ കൂടെ, ഈ സ്ത്രീകളിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. സത്യത്തിലൊക്കെ തത്വങ്ങളാണത്. ഈ പറഞ്ഞു, കാച്ചിത് ഗൃഹാത് കില നിരേതം അപാരയന്ത്യത്വമേവ ദേവഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ആവിശൻ പരമിമാ നനുധന്യധന്യ. കാശ്ചിത് ഒരുത്തി തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എല്ലാവരും പുറപ്പെട്ടു, താനും പുറപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ അപാരയന്ത്യ കില, അവിടുന്ന് വരാൻ പറ്റാതെ കഴിയാത്തവരായിട്ട് എന്തോ കാരണത്താൽ, ഭർത്താവ് തടഞ്ഞിട്ടാണോ അറിഞ്ഞ് തടഞ്ഞിട്ടാണോ, ബാക്കിയുള്ളവരൊന്നും തടഞ്ഞിട്ടുണ്ടാവില്ല, എന്തോ നിശ്ചയം, എന്തായാലും വരാൻ എന്തോ കാരണം ഇവിടെ പറഞ്ഞിട്ടില്ല. വ്യക്തമായിട്ട് അവർക്ക് വരാം, ബന്ധുജനങ്ങൾ തടഞ്ഞതിനാൽ എന്നാണ് ദൈതേന യജ്ഞന ഭാഗവതത്തിൽ പറഞ്ഞിരിക്കണമെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പം അതുകൊണ്ട് സാധിച്ചില്ല. അപ്പം എന്തുണ്ടായി? ഹൃദയേ സുദൃഢം വിഭാവ്യ, ഹൃദയത്തിൽ അങ്ങയെ ഭാവിച്ചു, എന്നിട്ട് അവിടെ തന്നെ മോക്ഷം പ്രാപിച്ചു എന്നാണ്. നമുക്കൊക്കെ ഒരു ധാരണ ഭഗവാൻ എവിടേക്കോ ഉണ്ട്, അവിടേക്ക് പോവുക എന്നൊക്കെയാണ്. ഈ കഥകളിൽ എവിടെയും ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ പോയി എന്ന് പറയണില്ല. നിങ്ങൾ നോക്കി നോക്കൂ. ആദ്യം മുതൽ അവസാനം വരെയുള്ള കഥകൾ മുഴുവൻ വൈകുണ്ഠത്തിൽ പോയി ഭഗവാനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതൊന്നുമല്ല. അപ്പം അത് മനസ്സ് കുണ്ഠത ഇല്ലാത്തതായാൽ അവിടെ തന്നെയാണ് വൈകുണ്ഠം. വൈകുണ്ഠവും സത്യത്തിൽ വേണമെന്നില്ല. പിന്നെ ക്ഷേത്രങ്ങളുണ്ടോ? ഇല്ല, ഞാൻ പറയണതില്ല. കാരണം ഗീത തന്നെ പറയണു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഏതാ ക്ഷേത്രം? ഈ ശരീരമാണ്. ഈ ലോകം മുഴുവൻ ക്ഷേത്രമാണെന്ന് പിന്നീട് ക്ഷേത്രജ്ഞ ഭാഗവത്തിൽ പറയുന്നു. കല്ല്, മുള്ള്, പുല്ല് എല്ലാം ക്ഷേത്രജ്ഞ വിഭാഗയോഗം പഠിച്ചാൽ അവർക്ക് ക്ഷേത്രഭ്രമം ഉണ്ടാവില്ല. ആ അധ്യായമൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ഏതാ ക്ഷേത്രം, ഏതാ ക്ഷേത്രം അല്ലാത്തത്? ഒറ്റ ചോദ്യം തിരിച്ചു വെച്ചാൽ അതിൻ്റെ ഉത്തരമായി. എല്ലാം ക്ഷേത്രമാണ്. കല്ല്, മുള്ള്, മണ്ണ് ഒക്കെ ശുദ്ധം അശുദ്ധം അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അതൊക്കെ ക്ഷേത്രമാണ്. അപ്പോൾ ആ ബോധ്യത്തിലേക്ക് എത്താനാണ് സാധാരണ ക്ഷേത്രങ്ങൾ. എത്ര പോയിട്ടും അവിടേക്ക് എത്തണില്ല വെച്ചാലോ വേസ്റ്റാണ് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആവാം, പിന്നെ അവിടെ നിന്നൊക്കെ വിടണം. അങ്ങനെ ഉള്ള ഒരാൾക്ക്
പിന്നെ എവിടേക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല. തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ. ഇവിടേക്ക് എത്താനാണ് ഈ തൊക്ക പഠിക്കുന്നത്. കോടി ഗ്രന്ഥങ്ങളെ കൊണ്ട് പറഞ്ഞത് ശ്ലോകാർത്ഥേന ശങ്കരാചാര്യർ പറഞ്ഞു, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ബ്രഹ്മോ ജീവേവനാപര. നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെയാണ് ബ്രഹ്മം. പിന്നെ അതിനെ അന്വേഷിച്ച് പോകേണ്ടതുണ്ടോ ഉള്ളിലുള്ളതിന്? അപ്പോൾ ആ ഒരു തത്വമാണ് ശരിക്കും ഇവിടെ കാണിച്ചത്. ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ, ഹൃദയത്തിൽ ദൃഢമായിട്ട് ഭാവിച്ചു. എല്ലാ ദിക്കിലും അങ്ങനെ തന്നെ പറയണം. ഗുരുവായൂരപ്പനെ പ്രത്യേകിച്ചുണ്ട് അവിടെ പോകണം എന്നൊരു നിർബന്ധവും ഗുരുവായൂരപ്പനില്ലാത്രേ. കരുണ ചെയ്യുവാനെന്തോ എന്നുള്ള ശ്ലോകത്തിൽ 2ാമത്തെ ചരണമായിട്ട് ചിലർ പാടും, ദൂരത്ത് സേവിച്ചാലും അടുത്ത് വന്ന് സേവിച്ചാലും വരം കൊടുക്കുന്നവൻ. ഭഗവാനേന്ന് ഒന്നങ്ങോട്ട് വിളിച്ചാൽ മതി, അവിടെ എത്തിക്കോളും ഭഗവാൻ. നമുക്കല്ലേ വിമാനവും കാറും ബസ്സും ഒക്കെ വേണ്ടു, ഒന്നും ഭഗവാന് വേണ്ട. പക്ഷേ എത്താൻ ഭഗവാന് സാധിക്കും, നമുക്ക് സാധിക്കില്ല. ആ ഒരു ബോധ്യമുള്ളവർക്ക് എന്തിനേ ബുദ്ധിമുട്ടി പോകണം? സൗകര്യം ഉണ്ടെങ്കിൽ പോവാം, അത്രയേ ഉള്ളൂ. ദേഹം വിധൂയ, തൻ്റെ ശരീരത്തെ അവിടെ വെച്ച് ഉപേക്ഷിച്ചു. പരചിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാനനു ധന്യധന്യ, അവൾ വളരെയേറെ ധന്യ. അവളാണ് ധന്യ എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ, പോയവരല്ല. നോക്കൂ, ഭഗവാനെ അന്വേഷിച്ച് കാട്ടിൽ പോയവരേക്കാൾ ധന്യധന്യ. അവർ മറ്റുള്ളവരൊക്കെ ധന്യകളാണ്, ഈവളോ ധന്യധന്യാണ്, ഏറ്റവും ധന്യാണ്. കാരണം അവൾക്ക് കാട്ടിലേക്കൊന്നും പോകേണ്ടി വന്നില്ല ഭഗവാൻ അനുഭവം ഉണ്ടാവാൻ. അവിടെ വെച്ചാട് നേടുകയാണ്. കാണാണ്ട് അടച്ചാൽ സമാധിയിലേക്ക് എത്താൻ സാധിക്കണം. പരമമായ സമാധിയിൽ നമ്മൾ എത്തിയില്ലെങ്കിലും പോട്ടെ, എല്ലാവർക്കും പറ്റില്ല. കുറച്ചൊരു ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിയില്ല വെച്ചാൽ പിന്നെ ഈ അനുഷ്ഠാനങ്ങൾ, ഈ കേട്ടതും പറഞ്ഞതൊക്കെ വെറുതെയാണ്. എപ്പോഴും എവിടെയോ ആണോ ഈശ്വരൻ, ചിന്ത തെറ്റാണത്. നമ്മൾ ആത്മീയത്തിലേക്ക് വരുമ്പോൾ അതൊന്ന് മാറണം, കുറച്ചൊക്കെ മാറി തന്നെ വേണം. പരമിമാ ധനു ധന്യ, അവൾ വളരെ ധന്യയാണ്. കാരണം ഇനി അവൾക്ക് കൃഷ്ണനെ വിചാരിക്കാൻ ഒരു ദിക്കിലും പോണ്ട. എന്ത് എളുപ്പമാണ്, ഇരുന്നിട്ടും കിടന്നിട്ടും കൃഷ്ണ എന്ന് വിളിക്കാൻ കഴിഞ്ഞാൽ എന്ത് ഭാഗ്യമാണ്. അവർക്ക് വിഷമങ്ങളൊക്കെ തീർന്നില്ലേ? യാതൊരു വിഷമമില്ല. ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതിൻ ക്ഷണേന തം ത്വാം പ്രകാശപരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതമശ്രമമശ്നുവീയ. ഇപ്പോൾ പരീക്ഷത്ത് ചോദിക്കണതായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണം വിദു പരക്കാന്തന്നതു ബ്രഹ്മതയാമുനെ. സുഖമഹർഷി ഗോപത്രികൾ ശരിക്കും പറയാച്ചാൽ ചെയ്തത് ശരിയാണോ? തൻ്റെ ഭർത്താക്കന്മാരെ, തങ്ങളുടെ ഭർത്താക്കന്മാരെ വിട്ട് ഒരു പരപുരുഷനെ തേടി പോവല്ലേ സത്യത്തിൽ അവർ ചെയ്തത്? ഇത് പതിവ്രതാധർമ്മത്തിനും പഴയ കാലത്തും നല്ലതാണോ? പിന്നെ എങ്ങനെ ഇപ്പോൾ അവർക്ക് ഈ മുക്തി കിട്ടി, ജീവൻ മുക്തി എന്നൊക്കെ അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. പരീക്ഷത്തിന് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, പരീക്ഷത്തിന് ഇത് മനസ്സിലായിട്ടുണ്ട്, ഇതിലപ്പുറം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഈ ചോദ്യവും ചോദിക്കും, ഇതിലും കുരുത്തം കെട്ട ചോദ്യവും ചോദിക്കും, ഉറപ്പാ. അതിനുത്തരമായിട്ട് പരീക്ഷത്തിനെ കൊണ്ട് ചോദിപ്പിച്ചിരിക്കുകയാണെന്നാണ് അറിവുള്ളവർ പറയണത്. പരീക്ഷത്ത് ചോദിക്കുമോ? കാരണം കൃഷ്ണകഥ കേട്ടിട്ട് എവിടെ എത്തിയ ആളാണ് പരീക്ഷത്ത്. 4 ദിവസം കഥ കേട്ടപ്പോൾ എവിടെയോ എത്തിക്കഴിഞ്ഞിരിക്കണു. അവിടെ ഒരു സംബോധന അടക്കണ്ട, രാജർഷേ. പക്ഷേ നമ്മൾ ചോദിക്കുക, അപ്പം നമുക്ക് ഉത്തരം തരണ്ടേ? ഏത് പ്രകാരത്തിൽ ഭഗവാനെ നമ്മൾ മനസ്സിൽ കണ്ടാലും അതുകൊണ്ട് മുക്തിയും ശ്രേയസ്സും ഉണ്ടാവും. എങ്ങനെ കണ്ടാലും കൃഷ്ണനെ കൊല്ലണം. കംസൻ വിചാരിച്ചു, കംസന് മുക്തിയല്ലേ കിട്ടിയത്, നരകത്തിലേക്കല്ല കംസൻ പോയത്, ഓർക്കണം. പൂതന എന്ത് ചെയ്തു? കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി ഏറ്റവും വലിയ പാപ ചെയ്തത്. ഒരു സ്ത്രീയും ചെയ്യാതെ മുലപ്പാലിൽ വിഷം തേച്ചിട്ട് മുലപ്പാൽ കൊടുത്തു, മോക്ഷ കിട്ടിയത്. പൂതന നരകത്ത് പോയില്ല, പൂതന മോക്ഷമാണ്. അപ്പോൾ ശത്രുതയാവട്ടെ, സ്നേഹമാവട്ടെ, കാമമാവട്ടെ, പ്രേമമാവട്ടെ, ജാരൻ എന്ന നിലയ്ക്ക് ആവട്ടെ, ആയിക്കോട്ടെ,
ചിന്തിച്ചത് കൃഷ്ണനെയല്ലേ. അവിടെ എല്ലാ ദോഷവും തീർന്നു എന്നാണ്. കാമം, ക്രോധം, ഭയം, സ്നേഹം, ഐക്യം, സൗഹൃദമേവച വൈകുണ്ഠമേവാനുധ്യാനം. കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഏത് നിലയ്ക്കാണെങ്കിലും ജാരാത്മന, ജാരൻ എന്ന നിലയ്ക്കാണെങ്കിലും നതു പരമാത്മതയ, പരമാത്മാവാണ് എന്ന് ചിന്തിച്ചില്ലല്ലോ. അങ്ങനെയാണോ ഗോപികൾ കൃഷ്ണനെ കണ്ടത്? ഈശ്വരനായിട്ടൊന്നുമല്ല ഇവിടെ കണ്ടത്, ഒരു ജാരൻ. ആയിക്കോട്ടെ, മരന്ത്യോ നാര്യോ ഗത, ആ സ്ത്രീകൾ കൃഷ്ണനെ സ്മരിച്ചില്ലേ? അതുകൊണ്ട് അവർ എന്ത് ഗതിയെ പ്രാപിച്ചു? പരമഹംസഗതിം ക്ഷണേന. അവരുടെയൊക്കെ ആ ഭഗവാനെ പ്രാപിച്ചത് ജാരാത്മന എന്ന് പറയുന്നത് തന്നെ ശരിയല്ല എന്ന് അഭിപ്രായക്കാരുണ്ട്. എങ്ങനെയപ്പെട്ടത് പറഞ്ഞ നിശ്ചയില്ല മേപ്പത്തൂര്. വാക്കത്ര ശരിയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മളതിനെ വിമർശിക്കാൻ മാത്രം വലുതായിട്ടല്ല, ഭക്തി കൊണ്ട് പറയണമെന്നേ ഉള്ളൂ. കാരണം ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക, ഈ ഭാഗവതം എഴുതിയിട്ട് 5000 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും. ഏകദേശം കണക്കാണ് കേട്ടോ, സ്ഥിര കൃത്യം കണക്കൊന്നുമല്ല. എന്തായാലും അതിൽ അധികം ഉണ്ടാവുള്ളൂ. ആ കാലത്ത് കുറേ സ്ത്രീകൾ സ്വന്തം ഭർത്താക്കന്മാരെ വിട്ട് വേറൊരു പുരുഷനെ പ്രാപിക്കുക എന്നത് പ്രായോഗികമാവുമോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരിക്കലും നടക്കില്ല അത്. ഒരു സ്ത്രീയോ 2 സ്ത്രീയോ ചെയ്താലും തന്നെ ഇത്രയധികം സ്ത്രീകൾ ചെയ്യില്ല. സ്വന്തം ഭർത്താവിനെ വിട്ട് മറ്റൊരു പുരുഷനെ സ്വീകരിക്കുന്നത് അത്യന്തം പാപമായിട്ട് കണക്കാക്കിയിരുന്ന ഭാരതത്തിൽ ഈ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ അടുത്ത് നിന്ന് കൃഷ്ണനെ പോയി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ ബുദ്ധിക്ക് ജാരാത്മന അത് ചേരുമോ? അവർ ബാക്കിയുണ്ടാവുമോ പിന്നെ ഈ ജീവിത ലോകത്തിൽ? പണ്ടത്തെ കാലത്ത് പച്ചയ്ക്ക് കത്തിക്കുകയവരെ കൊല്ലുകയോ ചെയ്യില്ലേ, നാട് കടത്തുകയോ ചെയ്യില്ലേ? ഇതൊന്നും ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടില്ല. കൃഷ്ണനെ അവർ സ്വീകരിച്ചത് കൊണ്ട് യാതൊരുവിധ ദോഷമോ അപമാനമോ ചീത്തപ്പേരോ അവർക്കുണ്ടായതായിട്ട് കഥയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ജാരാത്മന അല്ല അവർ ശരിക്ക് ഭഗവാനെ പ്രാപിച്ചത്. ആ വാക്ക് തന്നെ നമുക്കങ്ങോട്ട് യോജിക്കണില്ലേ അവിടെ. എന്നാലും പറഞ്ഞു എന്ന് മാത്രം, ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നേ ഉള്ളൂ. ന തു പരമാത്മതയ, അത് ശരിയാണോ? ഭാഗവതം നോക്കിയാൽ ശരിയല്ല. കാരണം ഒരുപാട് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അങ്ങ് ഈശ്വരൻ തന്നെയാണ്, പരമാത്മാവായിട്ടുള്ള വിഷ്ണുവാണ്. എന്തിനാണ് ഈ ഭർത്താക്കന്മാരെ നോക്കി സാധാരണ ധർമ്മം അനുഷ്ഠിച്ച് ഇവിടെ നിൽക്കണത് ഭഗവാനെ? ആ അങ്ങയെ പ്രാപിച്ചാൽ പിന്നെ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? പിന്നെ വല്ല കർമ്മത്തിന് പ്രസക്തി ഉണ്ടോ? അപ്പോൾ ഈശ്വരനായിട്ട് തന്നെയല്ലേ കണ്ടിരിക്കണം. രാസക്രീഡ ആദ്യത്തെ അധ്യായം ഒന്ന് നോക്കുക, 29ാമത്തെ അധ്യായം. ഗോപ്യ ഊജു, ഗോപികളുടെ വാക്കിൽ പറയുന്നു. ഗോപികാഗീതം ഒന്ന് വായിച്ചു നോക്കുക. നഖലു ഗോപികാനന്ദനോ ഭവാൻ, ആ അങ്ങേ യശോദയുടെ പുത്രനൊന്നുമല്ല, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അഖിലദേഹിനാമന്തരാത്മതൃക്ക്, സർവശരീരത്തിലുള്ള അന്തര്യാമിയാണ്. ജാരാത്മന എങ്ങനെ കാണും? പറ്റുമോ? ജാരാത്മന എപ്പത്തൂര് എഴുതിയതുകൊണ്ട് നമ്മളല്ല എന്ന് പറയുന്നില്ല. ജാരാത്മന ന പരമാത്മതയാ, പരമാത്മാവായിട്ടല്ല കണ്ടത്. എങ്കിലും മരന്ത്യോ നാരിയോ ഗതാ പരമഹംസഗതിം ക്ഷണേന, വളരെ വേഗം അവർ പരമഹംസന്മാരുടെ ഗതിയെ പ്രാപിച്ചു. നത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ച ചിത്തേ വഹൻ അമൃതം അശ്രമം അശ്നുവീയ, പരമാത്മസ്വരൂപത്തോടു കൂടിയ അങ്ങയെ ഏത് പ്രകാരത്തിൽ കണ്ടാലും, ജാരനായിക്കോട്ടെ കള്ളനായിക്കോട്ടെ, കള്ളകൃഷ്ണൻ ഏതെങ്കിലും ഈശ്വരന്മാരെ മുഖത്ത് നോക്കിയിട്ട് കള്ളകൃഷ്ണ എന്ന് വിളിക്കാറുണ്ടോ നമ്മളൊന്നാമത്? പിന്നെ വിളിച്ച ഒരാളുള്ളത് ശിവനാണ് കേട്ടോ. ചോരായ നമ, കള്ളന് നമസ്കാരം, കള്ളൻ്റെ നേതാവിന് നമസ്കാരം, ചോരാനാം പതയേ നമ. ശിവനും ഏറെക്കുറെയൊക്കെ കേൾക്കത്ര എന്ത് വിളിച്ചാൽ, ഭക്തന്മാർ എന്ത് വിളിച്ചാലും ഇഷ്ടമാണ്. കള്ളന് നമസ്കാരം, കള്ളന്മാരുടെ നേതാവേ അങ്ങയ്ക്ക് നമസ്കാരം, ചോരായ നമ.
ചോരാരാമ്പതയേ നമ ശിവസഹസ്രനാമത്തിലുണ്ട്. ദേവിയെ നമ്മളങ്ങനെ വിളിച്ചതായിട്ട് കാണുന്നില്ല, അങ്ങനെ കാണുന്നില്ല. ലളിതാസഹസ്രനാമത്തിൽ അങ്ങനെ കാണുന്നില്ല. ശിവനും വിഷ്ണു ഈ ഭക്തവാത്സല്യം അത്ര എന്ത് ഭക്തന്മാർ കാണിച്ചാലൊക്കെ സന്തോഷമാണ്. ചെറിയൊരു കുട്ടി നമ്മളെ ഇറക്കി ഇങ്ങനെ തല്ലില്ലേ, നമുക്ക് അപ്പോഴും സന്തോഷമാണ്. കുട്ടി നമ്മളെ ഇഷ്ടമുണ്ടാവുകൊണ്ടല്ലേ തല്ലണം. തല്ലിക്കോട്ടെ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരഞ്ഞ പോലെ കാട്ടും, വേദനിച്ചിട്ടൊന്നുമല്ല, അത് കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുപോലെ ഭഗവാൻ എങ്ങനെ ഭഗവാനെ തൻ്റെ ഭക്തന്മാർ കണ്ടാലും പന്നത്വാം പ്രകാശ പരമാത്മതനും പ്രകാശസ്വരൂപിയായിട്ടുള്ള സർവേശ്വര, അങ്ങേയല്ലേ ഗോപികൾ ഏത് ഭാവത്തിലായിക്കോട്ടെ സ്വീകരിച്ചത്. അപ്പോൾ അമൃതസുഖം അവർ മനസ്സിൽ നേടി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യോ, പരമാത്മാവല്ലാതെ ജാരബുദ്ധിയോട് കൂടിയിട്ടായിക്കോട്ടെ വന്നത് കൃഷ്ണൻ്റെ അടുത്തേക്കാണ്. തീയിൻ്റെ അടുത്തേക്ക് എങ്ങനെ വന്നാലും തീയിൻ്റെ ബലം ഉണ്ടാവും, മരുന്നിൻ്റെ അടുത്തേക്ക് എങ്ങനെ വന്നാലും മരുന്നിൻ്റെ ബലം ഉണ്ടാവും. മരുന്നാണെന്ന് അറിയാണ്ട് കുഴിച്ചാലും സൂക്കട് മാറില്ലേ? മരുന്നാണെന്ന് പറഞ്ഞിട്ട് കഴിക്കണോ? ഒന്നും വേണ്ട. അല്ലാണ്ട് കുടിച്ചാലും മൂക്ക് പിടിച്ച് കുട്ടിപ്പിച്ചാലും മരുന്നിൻ്റെ ബലം കിട്ടും ഇല്ലേ? ഈ കഴിക്കണോ ഈ വൃത്തികെട്ട മരുന്ന് എന്തിനാ എനിക്ക് തന്നത് എന്ന് കുട്ടി ചോദിച്ചാലും കുട്ടിയുടെ സൂക്കട് മാറും. വൃത്തികെട്ട മരുന്ന് എന്നാണ് പറഞ്ഞത്. കുട്ടിയുടെ കയ്യിൽ കയ്പ്പ് കാരണം കുട്ടിയുടെ കണ്ണിൽ അങ്ങനെയാണ്, അതുകൊണ്ട് പൂക്കൾ മാറാണ്ടിരിക്കുമോ? അപ്പോൾ ആ വസ്തുവിൻ്റെ ഗുണം കാണിക്കും, അതിനെ ഇനി എങ്ങനെ കണ്ടാലും. ഇതാണ് രാസക്രിയയുടെ പരമായിട്ടുള്ള തത്വം. ശുഭദിന ആശംസകളോട് കൂടിയിട്ട് നിർത്തുന്നു. നമസ്കാരം.